എന്തഹോ പാപകാഠിന്യം എത്രയോ ലാഘവമായി കാണുന്നു. എന്തഹോ പാപകാഠിന്യം എത്രയോ ലാഘവമായി കാണുന്നു. രഹസ്യമായി പരസ്യമായി പാപം ചെയ്യുന്നു. വെള്ളം പോലെ പാപത്തെ പാനം ചെയ്യുന്നു. രഹസ്യമായി പരസ്യമായി പാപം ചെയ്യുന്നു. വെള്ളം പോലെ പാപത്തെ പാനം ചെയ്യുന്നു. പേടിയില്ല, ഭയവുമില്ല, പേടിയില്ല, ഭയവുമില്ല. ദൈവമെല്ലാം ക്ഷമിക്കുമെന്നവർ കരുതുന്നു. എന്തഹോ പാപകാഠിന്യം എത്രയോ ലാഘവമായി കാണുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച്, കൽപ്പനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. അവിടെ എൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: 10 പ്രമാണങ്ങൾ. നമ്മൾ 10 പ്രമാണങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചിന്തിക്കുക. അതിൻ്റെ മറ്റു മേഖലകളെക്കുറിച്ച്, 1000 തലമുറ വരുന്ന അനുഗ്രഹത്തെക്കുറിച്ചും 3-4 തലമുറകൾ വരുന്ന ശിക്ഷയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വചനമാണിത്. മറ്റൊന്ന്, അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മൾ ഹെഡിങ് വായിച്ചപ്പോൾ ഇപ്രകാരമാണ് ഞാൻ പറഞ്ഞത്: അടിമത്തത്തിൻ്റെ ഭവനമായ, അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ക്രിസ്ത്യാനികൾ. വെറുതെ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഒരിക്കലും അടിമത്തത്തിൽ വസിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരിക്കലും അടിമത്തത്തിൽ വസിക്കുന്നില്ല. എങ്കിലും നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ക്രിസ്ത്യാനികളാണല്ലോ ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് ഇതിലൂടെ നമുക്ക് ഞാൻ അടിമത്തത്തിലാണോ കഴിയുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കട്ടെ. ഓരോ ക്രിസ്ത്യാനിയും അടിമത്തത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി ഞാൻ മാറാതെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ മാറ്റപ്പെടണം. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 17 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സ്വതന്ത്രരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിലൂടെ നമ്മുടെ എല്ലാ അടിമത്തങ്ങൾക്കും മോചനമുണ്ടായിട്ടുണ്ട്. എന്നാൽ പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ പാപം ചെയ്യുക വഴിയായിട്ട് അതിൻ്റെ അടിമയായി മാറി എന്ന് വചനം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പിശാച് മനുഷ്യനെ അടിമയാക്കാൻ വേണ്ടി അവൻ്റെ പ്രവൃത്തിയിലേക്ക് ആദത്തെ നയിച്ചു, ഹവ്വായെ നയിച്ചു.
ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അവർ നഷ്ടപ്പെടുകയും പാപത്തിൻ്റെ അടിമത്തം വഴി അവർ ഭയത്തിലേക്കും മറ്റു പല തകർച്ചകളിലേക്കും അവർ കടന്നുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വചനം പറയുന്ന അടിമത്തം എപ്പോഴും ഒരു ഭയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അടിമത്തം പലപ്പോഴും പ്രീതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ലോകത്ത് പല വിധത്തിലുള്ള അടിമത്തങ്ങളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കുടുംബത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ചിലരുണ്ട്. കുടുംബം കർത്താവ് സ്ഥാപിച്ചതാണ്, കുടുംബം നല്ലതാണ്. എന്നാൽ ആ കുടുംബത്തിൽ ചില അടിമത്തങ്ങൾ, ഭർത്താവിൻ്റെ അടിമയായി കഴിയുന്ന ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ്, മാതാപിതാക്കളുടെ അടിമത്തത്തിലായിരിക്കുന്ന മക്കളുടെ അടിമത്തത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, അവിടെയെല്ലാം ഒരു ഭയം കയറിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു അടിമത്വം ഒന്നും കുടുംബത്തിൽ ഉണ്ടാകേണ്ടതല്ല. സ്നേഹത്തിലൂടെ, സന്തോഷത്തിലൂടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനിലേക്ക് വന്ന അടിമത്തം പാപത്തിൻ്റെ അടിമത്തമായിരുന്നു. അപ്പോൾ ആ അടിമത്തം നമ്മൾ മോചനം പ്രാപിക്കണം. ഇനി കുടുംബം കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും, രാഷ്ട്രീയത്തിൻ്റെ അടിമത്തമുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിമകളായവർ, നേതാവിന് അടിമകളായവർ, തൊഴിൽ മേഖലകളിൽ അടിമത്തമുണ്ട്. മുതലാളിയുടെ അടിമകളായ തൊഴിലാളികൾ, സഭയിൽ തന്നെ അടിമത്തം കാണാൻ പറ്റും. പിതാക്കന്മാർക്ക്, മെത്രാന്മാർക്ക് അടിമകളായ വൈദികർക്ക് അടിമകളായ വിശ്വാസികൾ, ഇനി ചിലടത്ത് വിശ്വാസികൾക്ക് അടിമകളായ വൈദികർ, മെത്രാന്മാർ. ഒരിടത്ത് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ല. കാണുമ്പോൾ സ്നേഹവും വിധേയത്വമൊക്കെ കാണിക്കുമെങ്കിലും ഒന്നും സ്നേഹത്തിനല്ല വരുന്നത്, ഏതോ ഒരു അടിമത്തത്തിൽ നിന്നാണ്. അപ്പോൾ ഈ അടിമത്തം പലപ്പോഴും ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്യാൻ തടസ്സം നിൽക്കും. ദൈവഹിതത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കും. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഏത് സഭയുടെ കീഴിലാണ് ബ്രദർ ഉള്ളതെന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ കത്തോലിക്ക സഭയിലാണ്, എൻ്റെ കീഴിലാണെന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ കത്തോലിക്ക സഭയിലൊരു അംഗമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, ഏത് റീത്താ? അപ്പം ഞാൻ പറയും, കത്തോലിക്ക സഭയിൽ കേരളത്തിൽ 3 റീത്തുകളുണ്ട്. ഈ 3 റീത്തുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യത്യസ്തത ഞാൻ കാണുന്നില്ല. ഇന്നിതൊക്കെ നമ്മൾ നോക്കുമ്പം റീത്തുകൾക്കെല്ലാം റീത്ത് വെച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. സഭകളൊക്കെ വലിയ പ്രശ്നങ്ങളോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളില്ലയെന്ന് പറയുമ്പോഴും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ആദിമസഭയിൽ പ്രശ്നങ്ങളില്ലായിരുന്നു, അവർക്ക് സഭാ പീഡനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് ക്രിസ്തുവിൽ നിന്ന് പരിഹാരം തേടി. പക്ഷേ ഇന്ന് പലപ്പോഴും പല മേഖലകൾ നമ്മൾ എടുക്കുമ്പം ആരുടെയൊക്കെയോ അടിമകളായിട്ട് പോകുന്ന ഒരടിമത്ത മേഖല കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുക. അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യൻ്റെ കീഴിൽ എപ്പോഴും അവൻ സ്നേഹിക്കുന്നതും അവൻ ഇടപെടുന്നതും ചിലപ്പോൾ ദൈവവുമായിട്ട് ബന്ധമുള്ള മനുഷ്യൻ്റെ കാര്യമല്ല, ബന്ധമില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ വേണ്ടിയിട്ടായിരിക്കാം സ്നേഹിക്കുന്നതും ഇടപെടുന്നതും. ചില സംബന്ധിച്ചോളം അവർ പണത്തിൻ്റെ അടിമകളാണ്, സ്ഥാനമാനത്തിൻ്റെ അടിമകളാണ്. അങ്ങനെ ലോകത്തിലുള്ള നിരവധി അടിമത്തങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ആവശ്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവാണ് നമുക്ക് ഈ മോചനം നൽകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു അടിമത്തത്തിലാണ് കഴിയുന്നതെങ്കിൽ പരിശോധിക്കുക. ഞാൻ എന്തിനാണോ ഭയപ്പെടുന്നത് അത് എൻ്റെ ഒരു അടിമത്തമാണ്. ചിലപ്പോൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല, ചില സാഹചര്യങ്ങളുമായിട്ട് അടുക്കുമ്പോൾ. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, അത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ചിലർ എന്നെ വഴക്ക് പറയും, എന്നെ അത് പറയും ഇത് പറയും എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ആരെയൊക്കെയോ ഭയപ്പെടുന്നു മനുഷ്യൻ. നമുക്ക് സ്വാതന്ത്ര്യം വേണം, നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാം.
അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ മറ്റുള്ളവരെ അടിമയാക്കുന്നു. പാപം തന്നെ ഒരു അടിമത്തത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 33 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്നു നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പോൾ പുത്രനിലൂടെ മാത്രമാണ്, യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ഒരു സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മളവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. അപ്പോൾ അവർ അഭിമാനിക്കുകയാണ്, അബ്രഹാത്തിൻ്റെ സന്തതികളായതുകൊണ്ട് ഞങ്ങൾക്ക് അടിമത്വം ഒന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്കൊന്നിൻ്റെ അടിമത്വമില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാപത്തിന് അടിമയാണ്. ഇനി അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, സ്വർഗീയ ഭവനത്തിൽ വസിക്കത്തില്ല. എന്ന് വെച്ചാൽ പിതാവിൻ്റെ കൂടെ, പുത്രൻ്റെ കൂടെ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും മാലാഖമാരോടും കൂടെ നിങ്ങൾ വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭവനത്തിൽ വസിക്കേണ്ടവരായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ അടിമത്തങ്ങൾ മാറിപ്പോകണം. അതുകൊണ്ടാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. സഹോദരരെ, 13-ാം തിരുവചനം, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടു കൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. പ്രഭാഷകൻ്റെ പുസ്തകം 15-14 വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമാകുന്നു, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. അപ്പം കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അവന് സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പം ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പം മനുഷ്യനൊരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ആ സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗിച്ചു. മനുഷ്യൻ വഞ്ചിക്കപ്പെടും എന്ന് കർത്താവിന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്, പിശാചിന് അവസരം കൊടുക്കാതിരിക്കാൻ, അവനെ ഏതേൻ തോട്ടത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കാൻ കർത്താവിനോട് പറഞ്ഞു, നീ ഒരു സംരക്ഷകനായിട്ടിവിടെ നിൽക്കണം. കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ഏതേൻ തോട്ടം കർത്താവ് മനുഷ്യനെ ഏൽപ്പിച്ചു. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കാതെ പിശാചിൻ്റെ വാക്കിന് വില കൊടുത്തപ്പോൾ അവൻ പിശാചിൻ്റെ അടിമയായി മാറി. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവനൊരു അറിവൊക്കെ കിട്ടി. അവിടെ അറിവേകാൻ കഴിയുമെന്നതിനാൽ അവൻ്റെ കണ്ണുകൾ തുറന്നു. പക്ഷേ ആ കണ്ണുകൾ തുറന്നെങ്കിലും ദൈവം കാണുന്ന കാഴ്ചപ്പാടുകൾ മാറി പൈശാചിക രീതിയിലുള്ള കാഴ്ചപ്പാടുകളിലേക്ക് അവൻ തിരിഞ്ഞു, ഭയത്തിലേക്ക് വന്നു. നീ നഗ്നനാണ്, നിന്റെ നഗ്നത മറയ്ക്കാൻ നിനക്കൊരു വസ്ത്രം ആവശ്യമാണെന്ന് വരെ പിശാച് അവനെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് അവന് കിട്ടിയ അറിവില്ല. സ്വയം അവൻ നഗ്നത മറയ്ക്കാൻ വസ്ത്രവും ഉണ്ടാക്കി. മനുഷ്യന് ഇതുപോലെ ഒരുപാട് അറിവുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശാസ്ത്രം വളരെ പുരോഗമിച്ചതുകൊണ്ട് റോബോട്ടുകൾ വരെ ഗർഭം ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. റോബോട്ടുകളുടെ സ്പോർട്സ്, എല്ലാത്തിനും റോബോട്ടുകൾ, യന്ത്രമനുഷ്യനുകൾ ആയിക്കഴിഞ്ഞു. ഇനി കുറച്ചു മനുഷ്യർ മതി. എന്നാൽ റോബോട്ടുകൾ കൂടുകയും മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവിധം മനുഷ്യൻ്റെ ഒരു ഉപഭോഗ വസ്തുവായി റോബോട്ടുകൾ മാറുകയും മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. ചില വിദേശ രാജ്യങ്ങളിലെ ദൈവാലയങ്ങളിൽ ബലിയർപ്പിക്കാൻ പോലും
റോബോട്ടുകൾ വന്നു തുടങ്ങി. ഇവിടുത്തെ അപകടം എന്താണെന്ന് വെച്ചാൽ റോബോട്ടിന് ആത്മാവില്ല, ഹൃദയമില്ല. മനസ്സുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മനസ്സുള്ള ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് മനസ്സിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു മാത്രം. ശരീരമില്ലെങ്കിലും ശരീരം പോലത്തെ ചിലത് അതിനുണ്ട്. നാളെ ഇത് ഒരു ആരാധനാപാത്രമായി മാറുമെന്ന് വെളിപാട് പുസ്തകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ലോകം ഇതുപോലൊരു അജ്ഞതയുടെ അനുഭവത്തിൽ കഴിയുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 5:13 എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അടിമത്തം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അടിമയാക്കുന്നത് പാപമാണ്. പിശാചിലൂടെ അടിമയായി മാറുന്നു. ഈ അടിമ അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ, പാപത്തിൻ്റെ ബന്ധത്തിൽ വരുമ്പം ജ്ഞാനം ഇല്ലാത്ത വ്യക്തിയായി അജ്ഞത കൊണ്ട് നിറയും. ഈ അജ്ഞത ഉള്ളത് കൊണ്ട് ഒരടിമത്വത്തിലേക്ക് അങ്ങ് നീങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്ഥരായി കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ അജ്ഞത നിമിത്തമാണ് അടിമത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ അജ്ഞതയുള്ളവർ അടിമത്വത്തിൽ കഴിയുന്നു. അവരുടെ ജീവിതത്തിൽ എന്താണ് അജ്ഞത? ജ്ഞാനമില്ലാത്ത അവസ്ഥ, ദൈവത്തെക്കുറിച്ച് ശരിയായ ബോധ്യമില്ലാത്ത അവസ്ഥ. സൃഷ്ടാവ് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ പോലും, സൃഷ്ടാവ് ചെയ്യേണ്ട കാര്യത്തിൽ പോലും മനുഷ്യൻ കയറി കൈകടത്തുന്നു. നാം ദൈവത്തിൻ്റെ കരവേലയാണെന്ന് പറയുമ്പോൾ കൈകൾ കൊണ്ട് മെനഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനെ ഇപ്പോൾ മനുഷ്യൻ തൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ മെനഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു അടിമത്വം മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുക. ഇതിൽ നിന്നാണ് രോഗം, കടബാധ്യത, തകർച്ച ഇതെല്ലാം കടന്നു വരുന്നത്. നമ്മൾ രണ്ടാം വരവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് അവഹേളിക്കുന്നവരുണ്ട്. ഒരു രണ്ടാം വരവ് വന്നിരിക്കുന്നു, ഒരു ഒന്നാം വരവ് ഒരു തീരുമാനമായിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രോഗം, കടബാധ്യത, ദുഃഖം, ദുരിതം, ആത്മഹത്യാ ചിന്ത, അല്ലെങ്കിൽ തകർച്ചകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടക്കുന്നവരെ ക്രിസ്തുവിലൂടെ രക്ഷയിലേക്ക് നയിക്കാൻ അതിനു വേണ്ടിയിട്ട് നമ്മൾ ധ്യാനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ അജ്ഞതയൊന്നും മാറണം. ഇല്ലെങ്കിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ കത്തോലിക്കരാണ്. നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം പിടിയിട്ടും ചിലരെ സംബന്ധിച്ചോളം അവർ കത്തോലിക്കനായത് എന്തിനാന്ന് വെച്ചാൽ ക്രിസ്ത്യാനി ആകാനാണ്, അല്ലാതെ ക്രിസ്ത്യാനി ആയിട്ട് കത്തോലിക്കനാകാനല്ല. കത്തോലിക്കനായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ അപ്പൻ കത്തോലിക്കനാണ്, അമ്മ കത്തോലിക്കയാണ്, എൻ്റെ കുടുംബ പാരമ്പര്യം കത്തോലിക്ക അവസ്ഥയിലാണ്, അതുകൊണ്ട് ഞാനും ജനിച്ചപ്പോൾ കത്തോലിക്കനായി. ഇനി വിശ്വാസപരമായിട്ട് നിങ്ങൾ ജീവിച്ചാലേ കത്തോലിക്കനാക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കോടതി വരെ ഇപ്പോൾ അതിനകത്ത് ഇടപെടുകയാണ്. കാര്യം കോടതിയെ സംബന്ധിച്ചിടത്തോളം അപ്പൻ എന്താണോ ആ മതത്തിൽ വിശ്വസിക്കാൻ, അമ്മ ഏതാണോ ആ മതത്തിൽ വിശ്വസിക്കാൻ മക്കൾക്ക് അവകാശമുണ്ട്. ശരി, അന്നേരം കത്തോലിക്കനായതുകൊണ്ട് നിങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലാകണം, മാമോദിസ കൊടുത്തേ പറ്റൂ. അപ്പം മാമോദിസ കിട്ടുന്നത് കത്തോലിക്കനാകാനാണ്. പക്ഷെ ക്രിസ്ത്യാനി ആകണമെങ്കിൽ പിന്നെയും മുന്നോട്ട് പോകണം. പലരെയും ധാരണ കത്തോലിക്കനായതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആയെന്നാണ്. ഒരിക്കലുമില്ല. ഒരാൾ കത്തോലിക്കനായി കഴിയുമ്പോൾ അവൻ ക്രിസ്ത്യാനി ആയിട്ടില്ല. ക്രിസ്ത്യാനി ആകാൻ വേണ്ടുന്ന ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠങ്ങൾ, അതിനാണ് ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്നതിനെക്കുറിച്ചൊരു പ്രബോധനം തന്നെയുണ്ട്. എബ്രായത്തിലേക്ക് പറയുന്നുണ്ട്, പ്രാരംഭ മേഖല നമ്മൾ പഠിക്കുന്ന ഒരു പ്രബോധനമാണ് ജ്ഞാനസ്നാനം. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? സഭയിൽ അംഗമാകാൻ. രജിസ്ട്രേഷൻ നടന്നു, സംഘടനയിൽ അംഗമായതുപോലെ, പാർട്ടിയിൽ അംഗമായതുപോലെ, സംഘടനകൾ അംഗമായതുപോലെ, ക്ലബിൽ അംഗമായതുപോലെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അംഗമായതുപോലെ ഒരു അംഗത്വം. ആ അംഗത്വം ആയതുകൊണ്ട് രക്ഷയുടെ അനുഭവം ഉണ്ടാകണമെന്നില്ല. അംഗത്വം എവിടെയും നമുക്കെടുക്കാം. പക്ഷേ അംഗത്വം ഉള്ളത് കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നില്ല. ഈ അംഗത്വം എനിക്ക് കിട്ടിയിരിക്കുന്നത്, കത്തോലിക്കാ സഭയിൽ അംഗത്വം കിട്ടിയിരിക്കുന്നത് ക്രിസ്തുവാകുന്ന രക്ഷകനെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകന്റെ നാഥനുമായി സ്വീകരിച്ച് ക്രിസ്തു വഴി എനിക്ക് പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്.
ഇല്ലെങ്കിൽ ഇവിടെ രോഗവും തകർച്ചയും കടബാധയും ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും വളരെ പ്രചാരമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു വരുന്നൊരു മേഖലയാണ് ഇപ്പോൾ ഈ മതം മാറ്റം, മതപരിവർത്തനം. ഒരിക്കൽ പോലും ഒരു മതപരിവർത്തനം നടക്കുന്നില്ല. അതിൻ്റെ കാരണം മാമോദീസ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ കുഞ്ഞിനെ മാമോദീസ മുക്കുമ്പം കുഞ്ഞിനെന്ത് വിശ്വാസമാണ് നമ്മൾ ചോദിച്ചേക്കാം. അവിടെ കുഞ്ഞിനല്ല, കുഞ്ഞിന് വിശ്വാസം വരുന്നത് എവിടുന്നാണ്? കുഞ്ഞിൻ്റെ അപ്പനെന്നും അമ്മയിൽ നിന്നുമാണ്. ഈ വിശ്വാസം കൊണ്ടാണ് ഇതിനെ മാമോദീസ കൊടുക്കാനായിട്ട്, മാമോദീസ നൽകാനായിട്ട് തീരുമാനമെടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ നടക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ആയിരിക്കണം. തലതൊട്ടപ്പം ജ്ഞാനപിതാവ് ജ്ഞാനമാതാവ്. അപ്പം ഈ ബോധ്യത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളും തലോട്ടപ്പനും തലോട്ടമ്മയും എല്ലാം പാപത്തിൻ്റെ ബന്ധനത്തിലാണ്. ദൈവസന്നിധി കണക്ക് കൊടുക്കണം. ചിലർ ബന്ധുത്വം വെച്ചങ്ങ് കാണുന്നവരെല്ലാം അങ്ങ് തലപൊടിയാണ്. ചിലർ ഓടി കിടന്നങ്ങ് തലപൊടിയില്ല. അവരേണ്ട ഒരു വലിയൊരു സ്റ്റൈലായിട്ടോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തോ ഒരു അഭിമാനമായിട്ടൊക്കെ എടുക്കുക. അത് നിങ്ങൾ തലവട്ട ഒരു കുട്ടി പാപത്തിൻ്റെ വഴിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവസന്നിധി നിങ്ങൾ കണക്ക് കൊടുക്കണം. മാതാപിതാക്കളെ കണക്ക് കൊടുക്കണം, ആ കുഞ്ഞ് കണക്ക് കൊടുക്കണം, തലോട്ടപ്പനും തലോട്ടമ്മയും കണക്ക് കൊടുക്കണം. കാരണം വിശ്വാസപരമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഒരു കണക്കിൽ വൈദികൻ്റെ കണക്ക് കൊടുക്കുക, ഇടവക വികാരിയുടെ കണക്ക് കൊടുക്കൽ, അല്ലെങ്കിൽ ഒരു സന്യാസിനിയുടെ കണക്ക് കൊടുക്കൽ പിന്നെ വരുന്നുള്ളൂ. കാരണം വിശ്വാസത്തിലേക്ക് അവരൊക്കെ മാറിയും തിരിഞ്ഞും വരുന്നവരാണ് ഇടവകയിലൊക്കെ. പക്ഷേ ഈ കുഞ്ഞുനാൾ മുതൽ, അമ്മയുടെ ഉദരം മുതൽ, അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന നമ്മൾ 2 ധ്യാനങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ 6 വരെ നമുക്ക് താമസിച്ചുള്ള ധ്യാനമുണ്ട്. 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ വൈകുന്നേരങ്ങളിൽ ആ ധ്യാനം നടക്കും. അതിനോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ 7 മണി തൊട്ട് 10 മണി വരെ മക്കളില്ലാത്തവർക്കും ഉദരത്തിൽ വെച്ച് മക്കളുണ്ടായി ഏതാനും മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി, ട്യൂബിലുണ്ടായെന്നൊക്കെ പറയും ചിലടത്ത്, അല്ലെങ്കിൽ ഉദരത്തിൽ വെച്ച് അബോർഷനായി പോന്നു. ചിലർ അബോർഷൻ നടത്തിയവരുണ്ട്. ഇനിയൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. ഇനി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നവർ, അവർക്കെന്തായാലും വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഒരു കുഞ്ഞ് വേണം, ഒന്നല്ല കുഞ്ഞുങ്ങൾ വേണം. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, ഇവർക്കെല്ലാം വേണ്ടി ഒരു ഓൺലൈൻ ധ്യാനം വെച്ചിട്ടുണ്ട്. അപ്പോൾ സകല ചെറുപ്പക്കാരെയും മക്കളില്ലാത്തവരെയും ഉദരത്തിൽ വെച്ച് മക്കൾ മരിച്ചുപോയവരെയൊക്കെ നിങ്ങൾ അതിൻ്റെ ബ്രൗസറുകൾ അതിനകത്തുണ്ട്. ഈ കാര്യം പറഞ്ഞ് ഫോൺ നമ്പരൊക്കെ കൊടുത്ത് അവർ ബുക്ക് ചെയ്യാൻ പറയണം. കാരണം പുതിയൊരു തലമുറ വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ മാത്രമേ ദൈവാനുഗ്രഹത്തിലേക്ക് വരാൻ പറ്റൂ. പുതിയൊരു തലമുറ ജനിച്ച നിമിഷം മുതൽ തന്നെ രോഗങ്ങൾ, ഭയങ്കര ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാട് കുഞ്ഞുമക്കൾ അനുഭവിക്കുന്നുണ്ട്. വളർന്നു കഴിയുമ്പോൾ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നിയന്ത്രണമില്ലാത്ത മക്കളുടെ ജീവിതം. പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമെന്ന് വിചാരിക്കേണ്ട ആരും. പ്രാർത്ഥന വേണം. പക്ഷേ ഇത് വിതച്ചിരിക്കുന്നത് മാതാപിതാക്കൾ വിതച്ചുകൊണ്ട് സമൂഹത്തിലല്ലാതെ തന്നെ ഒരുപാട് കളകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആ കുഞ്ഞുമക്കളിൽ നിന്ന് മാറ്റപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ തുടക്കം മുതലേ ശരിയായാലേ ബാക്കി ശരി. വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലതാണ്. വൃക്ഷം ചീത്തയാണെങ്കിൽ ഫലവും ചീത്തയാണ്. ചില മക്കളുണ്ട് വിവാഹത്തിന് തൊട്ടും മരിച്ചു പോകുന്നു. ചില വ്യക്തികളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും, നല്ല മിടുക്കരായ കുട്ടിയാണ്, പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ വന്നോ ആ കൊച്ചു പെട്ടെന്ന് മരിച്ചു പോകുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെല്ലാം പിന്നാമ്പുറങ്ങളിൽ ഓരോ കാരണങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ധ്യാനമാണത്. ഇനി 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള ധ്യാനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഈ പറഞ്ഞ മേഖലയിലുള്ളവർക്കും താമസിച്ച് പങ്കെടുക്കാം. അതാണ് കുറച്ചുകൂടെ എഫക്റ്റായിട്ടുള്ളത്. അതാണ്. പിന്നെ ഇത് തിരക്കാണല്ലോ മൊത്തം. ഞാൻ ഭാര്യാഭർത്താവ്, ചില മക്കളത് ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. അവരെ ധ്യാനങ്ങൾ കുറേ നമ്മൾ നടത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും ജോലിയാണ്. എന്തിനാണ് ജോലി ചെയ്യുന്നത് അവർക്കെന്നറിയത്തില്ല. മക്കൾക്ക് വേണ്ടിയിട്ടാണോ? മക്കളില്ല, നിരാശരാണ്. സമയം പോകാൻ വേണ്ടിയിട്ട് വേറെ ചിന്തകളൊക്കെ വന്നിങ്ങനെ ദുഃഖം ഉണ്ടായിരിക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നതാണ്. ലക്ഷ്യമില്ലാത്ത ജീവിതം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് ഈ ധ്യാനങ്ങൾ സംബന്ധിക്കാം.
നമ്മുടെ ജാഗരണ പ്രാർത്ഥന ഡേറ്റ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. 6-ാം തീയതി നമ്മുടെ താമസമുള്ള ധ്യാനം കഴിയുന്നതിൻ്റെ അന്ന് രാത്രിയാണ് ജാഗരണ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. രാത്രി 11 തൊട്ട് 3 മണി വരെ. അപ്പോൾ നിങ്ങൾ സാധിക്കുന്നവർ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നിരവധി പേരിങ്ങനെ അടിമത്തത്തിൽ, ഭയത്തിലൊക്കെ കഴിഞ്ഞു കൂടുകയാണ്. അവരെ ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. റോമാക്കാർക്ക് ലേഖനം 8:15 മറ്റൊരു വചനം പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണെന്നൊക്കെ തുറന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ അടിമത്തം ഒന്ന് നമുക്ക് മാറണം. അടിമത്തം മാറണമെങ്കിൽ എന്നെ എന്താണോ അടിമയാക്കിയിരിക്കുന്നത്, അത് പാപമായിരിക്കാം, വ്യക്തികളായിരിക്കാം, സമൂഹമായിരിക്കാം, പ്രസ്ഥാനങ്ങളായിരിക്കാം, എന്തായിക്കൊള്ളട്ടെ, ഈ അടിമത്തത്തിൽ നിന്ന് എനിക്ക് ഒരു മോചനം ആവശ്യമാണ്. അങ്ങനെ അജ്ഞത മാറി ജ്ഞാനമുള്ള ഒരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുവാൻ തീരുമാനമെടുക്കുക. നമുക്ക് പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കാം, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ മാറാം. അങ്ങനെ ഈജിപ്തുകാരെ ദൈവമായ കർത്താവ് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെ, ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ അവിടുന്ന് മോചിപ്പിച്ചു. ഈജിപ്ത് ഒരു അടിമത്തമുള്ള സ്ഥലമായിരുന്നു. നിരവധി മാരക രോഗങ്ങൾക്ക് അവർ അടിമകളായിരുന്നു. കാരണം അവർ അന്യദേവ ആരാധന നടത്തി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സന്ദേശങ്ങളിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഈ സന്ദേശങ്ങൾ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനും എല്ലാ അടിമത്തങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അടിമത്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരണമേ. പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നയിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അടിമത്തം മാറുന്നു. ഈ ലോകത്തിൽ എന്തിൻ്റെ അടിമയാണോ ഞാൻ, ആ അടിമത്തങ്ങളിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കാനും ഞാൻ ആരെയെങ്കിലും അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും എനിക്ക് സാധിക്കട്ടെ. എൻ്റെ അടിമത്തങ്ങളാണ് മറ്റുള്ളവരെയും അടിമത്തങ്ങളിലേക്ക് നയിക്കുക. എന്നാൽ എൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യം അങ്ങയുടെ ഹിതപ്രകാരം ഉപയോഗിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഞങ്ങളെ സ്വതന്ത്രരാക്കാനാണല്ലോ. അവിടുത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. അടിമത്തങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവെ, പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും അനുഭവിക്കാൻ ഇടവരുത്തണമേ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. തിന്മയുടെ ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധരെ, നിങ്ങൾ ക്രിസ്തുവിലൂടെ അനുഭവിച്ച ആ സ്വർഗീയമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. നിരവധി പേരത് അറിയട്ടെ, കേൾക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് അവർ കടന്നു വരട്ടെ. ഞങ്ങളിപ്പോൾ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന വിശ്വാസികളാണെന്നൊക്കെയുള്ള ധാരണകൾ മാറി ക്രിസ്തു പറഞ്ഞ ഒരു അടിസ്ഥാനത്തിലൂടെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങളെല്ലാം സമർത്ഥമായിട്ട് ഏറ്റെടുക്കട്ടെ. അതിനെല്ലാം വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയെ നിങ്ങളെല്ലാവരും പങ്കെടുത്തതിന് വളരെയേറെ നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.
അർബുദം പോലെയോ പാപമോഹങ്ങൾ സകലത്തെയും ഒന്നുപോലെ കാർന്നു തിന്നുന്നേ. അർബുദം പോലെയോ പാപമോഹങ്ങൾ സകലത്തെയും ഒന്നുപോലെ കാർന്നു തിന്നുന്നേ. ദൈവമേ നീ കരുണ ചെയ്യൂ, ദൈവമേ നീ കരുണ ചെയ്യൂ, അല്ലെങ്കിൽ നശിച്ചു പോകും ദൈവ പൈതങ്ങൾ. എന്തഹോ പാപകാഠിന്യം എത്രയോ ലാഘവമായി കാണുന്നു. രാത്രിയിൻ യാമങ്ങളിൽ മുട്ടുമടക്കാൻ പാപം പേറി രക്ഷകൻ ഇടുവിൽ നിൽക്കുവാൻ. രാത്രിയിൻ യാമങ്ങളിൽ മുട്ടുമടക്കാൻ പാപം പേറി രക്ഷകൻ ഇടുവിൽ നിൽക്കുവാൻ. വസ്ത്രങ്ങളെ അല്ല കാന്ത, വസ്ത്രങ്ങളെ അല്ല കാന്ത, ഹൃദയം കീറി രട്ടുടുപ്പൻ ഭാരം നൽകണേ. എന്തഹോ